ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോൻ്റെ മാസ്ട്രോ, പഴയ മോഡൽ മാസ്ട്രോണ് വണ്ടി. ജനറൽ സർവീസായിട്ട് വന്നതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് പറഞ്ഞേക്കണ കംപ്ലൈൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ് ഉണ്ട്, അതേപോലെ തന്നെ ബാറ്ററി ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 2024 മോഡൽ ബാറ്ററിയാണ് വണ്ടി ഇരിക്കണേ. അപ്പോൾ അത് താക്കോല് കീ ഓണാക്കി ഇട്ടിട്ട് ചാർജ് ഇറങ്ങി പോയേക്കണായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതൊന്ന് അഴിച്ച് ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ മിറർ ഇത് ഇരിക്കണത് മാറ്റിയിട്ട് ഡിയോൻ്റെ മോഡൽ, ഫ്ലെക്സിബിൾ ടൈപ്പ് മോഡലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആ രീതിയിൽ ചെയ്യാം. പിന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ മാറ്റാം. ഓൾറൗണ്ട് ഗാർഡ് പെയിൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓൾറൗണ്ട് ഗാർഡ് സ്റ്റീൽ ടൈപ്പാണ്, അത് നമുക്ക് വേറെ പെയിൻറ്റിങ് നടക്കില്ല. സ്റ്റീൽ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഒന്നാമത് നമുക്ക് സിൽവർ പെയിൻ്റൊക്കെ ആയിട്ട് ടച്ച് ചെയ്യേണ്ടി വരും. അത് പെയിൻറ്റിങ് വർക്ക്ഷോപ്പിൽ കൊടുത്ത് ചെയ്യേണ്ട വർക്കാണ്. അത് നമുക്ക് ഇവിടെ ഇല്ല നിലവിൽ. പിന്നെ ബാറ്ററി 2024 ബാറ്ററിയാണ്. ഞാനത് അഴിച്ച് ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട്. ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം നമുക്കൊന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ചെക്ക് ചെയ്യാനുണ്ട്. ബാക്ക് ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അതേപോലെ ബ്രേക്കായാലും അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഫ്രണ്ട് വീൽ അഴിച്ചേക്കണത് കൊണ്ടാണ്. അതിന് ശേഷം നമ്മൾ ബാക്ക് വീലും കൂടി അഴിച്ചിട്ട് ബ്രേക്ക് ക്യാം ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കും. ബ്രേക്ക് ലൈനറൊക്കെ ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ സൈഡൊക്കെ ചെക്ക് ചെയ്യാനുണ്ട്. എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. കമ്പനി ഫിൽറ്ററാണ്. അപ്പോൾ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പുതിയ ഫിൽറ്റർ വലിയ പഴക്കമായിട്ടില്ല. പിന്നെ ക്ലച്ച് സൈഡായാലും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിൽ പറയത്തക്ക ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവർ, റോളർ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് തേമാനൊക്കെ ചെക്ക് ചെയ്തു. ഓക്കെ, നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ അതേപോലെ ബെൽറ്റിൻ്റെ കണ്ടീഷനും ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ഓൾറെഡി കമ്പനി ബെൽറ്റാണ് കിടക്കുന്നത്, പുതിയ ബെൽറ്റാണ് കേട്ടോ. നിലവിൽ വേറെ ഡാമേജ് ഒന്നുമില്ല. പിന്നെ എന്ന് വെച്ചാൽ ക്ലച്ച് യൂണിറ്റിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തതിൻ്റെ പെർഫോമൻസൊക്കെ ഓക്കെയാണ്. നിലവിൽ വേറെ പ്രോബ്ലം ഇല്ല. അപ്പോൾ ക്ലച്ച് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുക. വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റുകളൊന്നും പറഞ്ഞിട്ടില്ല. അതായത് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റോ, മിസ്സിങ്ങിൻ്റെ പ്രശ്നമോ, ഓവർഫ്ലോ കംപ്ലയിൻറ്റോ ഇതൊന്നും നിലവിൽ പറഞ്ഞിട്ടില്ല. ജനറൽ സർവീസിൽ ഓൾറെഡി കാർബറേറ്റർ ക്ലീനിങ് നിലവിലില്ല. നമ്മൾ അഡീഷണൽ പേ ചെയ്ത് ചെയ്യേണ്ട വർക്കാണ്. പ്രത്യേകിച്ചൊരു കംപ്ലയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് കാർബറേറ്ററിൻ്റെ ഭാഗം തൽക്കാലം തൊടാൻ നിൽക്കണ്ട. പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോൾ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോൾ, 820 പെട്രോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ കാർബറേറ്ററുകൾക്ക് കംപ്ലയിൻറ്റ് കൂടുതലാണ്. അതായത് ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ കാർബറേറ്റർ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി നമ്മൾ കാർബറേറ്ററിന് പ്രത്യേകിച്ചൊരു കംപ്ലയിൻറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ തൽക്കാലം ഒന്നും ചെയ്യിക്കാതെ കൊണ്ടു നടക്കണമായിരിക്കും ബെറ്റർ കേട്ടോ. നമുക്ക് ഈ എന്തായാലും കുറേ കഴിയുമ്പോഴത്തേക്കും കംപ്ലയിൻറ്റ് വരും, ഓവർഫ്ലോൻ്റെ പ്രോബ്ലം വരും. അതുവരെ വണ്ടി ഉപയോഗിക്കുക. എന്തെങ്കിലും പ്രോബ്ലമായിട്ടൊക്കെ കാര്യമായിട്ടുള്ള കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാത്രമാണ് കാർബറേറ്റർ അഴിപ്പിക്കാൻ പാടുള്ളൂ കേട്ടോ. പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. പിന്നെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഈ ഗ്രീൻ ബുഷ് ഇച്ചിരി ഓവലായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് മാറ്റിയിടാം. കാരണം ഇത് അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും ഒരുപാട് കംപ്ലയിൻറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു 100 രൂപ 110 രൂപ എടുത്താൽ നമുക്ക് അതിൻ്റെ റേറ്റ് വരാം. അപ്പോൾ അതൊന്ന് മാറ്റിയിടാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഞാനത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ പെർമിഷൻ തരാണെങ്കിൽ മാത്രമാണ് നമ്മൾ അതെന്തെങ്കിലും ചെയ്യുള്ളൂ. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. കമ്പനി ലൈനർ കിടക്കണേ. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. ഫ്രണ്ടിലത്തെ ആയാലും വീൽ ബെയറിങ്ങൊക്കെ ഓക്കെയാണ്, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറൊക്കെ പുതിയ ടയർ കിടക്കണം കേട്ടോ. കമ്പനി വന്ന മോഡൽ തന്നെയാണ്, നല്ല ടയറാണ് കേട്ടോ. പിന്നെ അതേപോലെ ബാറ്ററി ഞാൻ പറഞ്ഞല്ലോ 2024 മോഡൽ ബാറ്ററിയാണ്. അത് അഴിച്ച് ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട്. ആ മോഡലിൻ്റെ ബാറ്ററിയാണ്, ചാർജ് കിടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഹെഡ്ലൈറ്റ് ഹെഡ്ലൈറ്റ് വിത്ത് ഹാൻഡിൽ കവറിൻ്റെ ഭാഗം മൊത്തം പൊട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ജർക്കിങ് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ കോപ്പർ കമ്പിയൊക്കെ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ടൊക്കെ നിർത്തിയേക്കണത് കേട്ടോ. തൽക്കാലം ഒന്നും ചെയ്യണ്ട. കാരണം ഇത് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഐറ്റം മാറ്റി വയ്ക്കാനാണ് പറ്റുള്ളൂ. അപ്പോൾ പരമാവധി ഉപയോഗിച്ച് കുറേ കഴിയുമ്പോഴത്തേക്കും കംപ്ലയിൻറ്റ് വരും. അതായത് ആ സ്ക്രൂവിൻ്റെ ഭാഗമൊക്കെ പൊട്ടാൻ തുടങ്ങും. പിന്നെ നമുക്ക് മാറ്റേണ്ടിയൊക്കെ വരും. മാറ്റുമ്പോഴാണ് അത് 100% പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ. തൽക്കാലം ആ ജർക്കിങ് നമുക്ക് അവോയ്ഡ് ചെയ്യണമായിരിക്കും ബെറ്റർ. വണ്ടി ഓടണ സമയത്ത് ഇങ്ങനെ ഫ്രണ്ടിൽ നിന്നൊരു ചെറിയൊരു സൗണ്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. പുതിയ പ്ലഗ്ഗാണ്. എയർ ഫിൽറ്റർ മാറ്റിയ കൂട്ടത്തിൽ കൂടെ പ്ലഗ് മാറ്റിയിട്ടാണ്. പുതിയ പ്ലഗ്ഗാണ്, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ആയാലും പുതിയതാണ്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് കേട്ടോ. ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ട വർക്ക്. ഇത് ഈ ഓൾറൗണ്ട് ഗാർഡിൻ്റെ കേസ് പറഞ്ഞല്ലോ, ഇതൊക്കെ അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ശരിക്കും പെയിൻറ്റിങ് വർക്ക്ഷോപ്പിലൊക്കെ കൊടുത്ത് ചെയ്യേണ്ട വർക്കാണത് കേട്ടോ. കാരണം അത് ശരിക്കും ചെയ്യുമ്പോൾ സിൽവർ പെയിൻ്റ് ആയിട്ടാണ് ചെയ്യേണ്ടത്. സിൽവർ പെയിൻറ്റ് ഇത് സ്റ്റീലല്ല, പക്ക സ്റ്റീലല്ലാത്തത് കൊണ്ട് തന്നെ പ്രശ്നമാണത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൈപ്പിനകത്ത് പ്ലേറ്റിങ് ചെയ്തേക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ തുരുമ്പ് പറഞ്ഞത്. കറക്റ്റ് സ്റ്റീലിൻ്റെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ തുരുമ്പ് കാര്യങ്ങളൊന്നും വരില്ല. ഇനിയിപ്പോൾ അത് നോക്കണ്ട. ഇത് പെയിൻറ്റിങ് വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് ചെയ്യുക, അതാണ് ബെറ്റർ. അത് സിൽവർ ആകുമ്പോൾ സിൽവർ അടിച്ച് കഴിയുമ്പോൾ അതെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിന്നോളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം കേട്ടോ. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.